അസ്സലാമലൈക്കും ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ്. എൻ്റെ അനത്ര സോളോ ട്രിപ്പ് പോവുകയാണ്. അതും ഒരു റിമാർക്കബിൾ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് ഗൈസ്. സോ എങ്ങോട്ടാണെന്ന് ഞാൻ പതിയെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഏതൊക്കെയോ ഗുദാമൊക്കെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഗേറ്റ് കണ്ടുപിടിക്കാറ് ബോർഡിംഗ് പാസൊക്കെ ഓൾറെഡി കിട്ടി. മൊറോക്കോ ഇവിടെ ആരുമില്ല. മൊറോക്കൻ ഗേൾസ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോവാണ് സോളോ ട്രിപ്പ്. എനിക്ക് ഭയങ്കര മിസ് ചെയ്യട്ടെ എൻ്റെ ഗേൾസിനെ. പക്ഷേ ഐ ഓൾറെഡി ബുക്ക് ദി ടിക്കറ്റ്സ്. ഞാൻ മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ, മിഞ്ഞാന്ന് നൈറ്റ് വന്നിട്ടുള്ളൂ ഫ്രം മൊറോക്കോ. ഇന്ന് ഞാൻ ഈജിപ്തിലോട്ട് ഫ്ലൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ലോകാത്ഭുതം കാണാൻ വേണ്ടിയിട്ട്, ലോകാത്ഭുതമായ പിരമിഡ്സ് കാണാൻ പോവുകയാണ്. ചെറുപ്പത്തിൽ കുറേ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കി കണ്ടൊരു രാജ്യമായിരുന്നു ഈജിപ്തും പിരമിഡും മമ്മീസൊക്കെ. ആ രാജ്യത്തേക്കാണ് ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതും ഒറ്റക്ക്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസ കൊണ്ട്. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് സോ ഹാപ്പി ആസ് ഓൾവേസ്. അങ്ങനെ കൈറോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കുകയാണ് ഞാൻ ഗൈസ്. മമ്മി കൊണ്ട് നാട്ടിലെത്തിയാൽ വെൽക്കം ടു ഈജിപ്റ്റ്. മമ്മികളുടെ നാടായി ഈജിപ്തിലെത്തിക്കുകയാണ് ഞാൻ ഗൈസ്. സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെ പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് ടാക്സി എടുത്ത് എൻ്റെ അക്കോമഡേഷനിൽ പോകുമ്പോൾ ഞാൻ കണ്ടൊരു വ്യൂ ഉണ്ട്. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പിരമിഡിന്റെ ആദ്യത്തെ കാഴ്ച. ഞാൻ ബുക്ക് ചെയ്ത അക്കോമഡേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലോകാത്ഭുതമായിട്ടുള്ള പിരമിഡ് ഉള്ളത്. ദേ ഉറക്കെ എണീറ്റ് ബാൽക്കണിയിൽ പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മള് പാഠപുസ്തകങ്ങളിലും കഥകളിലൊക്കെ മാത്രം കേട്ടിരുന്ന 7 ലോകാത്ഭുതങ്ങളിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന പിരമിഡ്സ് ഓഫ് ഗിസ. ഞാൻ താമസിച്ച ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ട് നല്ല വ്യൂയോട് കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ മേളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഞാനിങ്ങനെ പിരമിഡിന്റെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. ക്രൂയിസ് ഡിന്നർ കഴിക്കാൻ പോവാണ്. ക്രൂയിസ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഞാൻ ടർക്കിയിൽ പോയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ കൈറോയിൽ വന്നിട്ട് ഞാൻ നൈൽ റിവർ കൂടെ ഒഴുകുന്ന ക്രൂയിസ് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ സ്റ്റേ ചെയ്തിരുന്ന hotel and that's our pyramid. ഈജിപ്തിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചൊരു നദിയാണ് നൈൽ നദി. മരുഭൂമിയും മണലും മാത്രം ഉണ്ടായിരുന്ന പുരാതന ഈജിപ്തിന് ഈ കാണുന്ന രീതിക്കെങ്കിലും വളർച്ച ഉണ്ടാക്കി കൊടുത്തത് നൈൽ നദിയായിരുന്നു. പച്ചപ്പും കൃഷിയും ശുദ്ധജലവും കൂടാതെ ലോകത്തിന്റെ പല ഭാഗത്തേക്കുള്ള ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്നത് നൈൽ നദി കൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈജിപ്ത് ഗവൺമെന്റിന് നൈൽ നദിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് ടാക്സും വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി ഒരു സായാഹ്നം. waiting for my yacht to come, not yacht, cruise to come. ഈ ക്രൂയിസ് ഡിന്നർ എന്ന് പറയുന്നത് ഒരു 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. വിഭവസമൃദ്ധമായ ബൊഫെ കഴിച്ചുകൊണ്ട് ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഇരുന്ന് കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയാണ് ഇത്. So welcome to Egypt. ഞാൻ എവിടെ നിൽക്കുന്നത് അറിയോ? എൻ്റെ റൂമിൻ്റെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ് എന്ത് ലോകാത്ഭുതങ്ങളിലെ ഒന്നായ പിരമിഡ്. തൊട്ടടുത്തുള്ളൊരു സ്റ്റേയിലാണ് നിൽക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് സ്റ്റേ ആണ്, ബട്ട് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. ടിക്കറ്റ്സ് എടുക്കണം.
അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം വന്നു. വെൽക്കം ടു പിരമിഡ് ഓഫ് ഗീസ. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലൈഫ് ടൈം മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പണ്ട് സ്കൂൾ ബാഗും തൊള്ളിലിട്ട് അൽഫ്ലാ സ്കൂൾക്ക് പോയിരുന്ന, ആരോടും കൂടുതൽ സംസാരിക്കാത്ത ഇൻട്രോവേർട്ടായ ആ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന സെനിയെ വിചാരിച്ചിട്ടുണ്ടാവോ വലുതായി കഴിഞ്ഞാല് അവളെ പുസ്തകത്തിൽ പഠിച്ച ആ പിരമിഡ് കാണാൻ വരുമെന്ന്? ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഗോഡ് ഈസ് മാജിക്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണാനുള്ളതല്ല, അത് ഉറക്കം കെടുത്തുന്നതാവട്ടെ. പിരമിഡിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഈസ് സാനിയ. യു ആർ വാച്ചിങ് മീ ഫ്രം സൂപ്പർ സാൻസ് യൂട്യൂബ് ചാനൽ.